വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. നമുക്ക് നാളത്തെ എക്സാമിനുള്ള ഒരു ഓട്ടപ്രദർശനമാണ്. നമുക്ക് ചുമ്മാ ഓടിച്ചെന്ന് നോക്കാം. ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇന്ന് തന്നെ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. എല്ലാ ചാപ്റ്ററും അതിനകത്ത് കവർ ചെയ്യുന്നില്ലെങ്കിലും കുറച്ച് ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. നോക്കാം. നമുക്ക് സെറ്റ് മുതൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ തന്നെ നോക്കാം. റോസ്റ്റർ ഫോം എഴുതാൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A is equal to x such that x element w എന്താ ഹോൾ നമ്പർ, x less than or equal to 5, x less than 5. B is equal to x such that x is a prime number less than 5. Prime number എന്ന് പറഞ്ഞാൽ എന്താ? 2 factors, 1 and number itself. Smallest prime number 2. Prime number less than 5. U is equal to x such that x element is z. Z എന്ന് പറഞ്ഞാൽ set of integers 0 less than or equal to x less than or equal to 6. 1. Write A and B in roster form. A is equal to W. Whole number ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 0. ഇവിടെ n ആയിരുന്നെങ്കിൽ നാച്ചുറൽ നമ്പർ 1 2 3 4. ഹോൾ നമ്പർ ആയതുകൊണ്ട് 0 1 2 3 4. B is equal to prime number less than 5, 2, 3. U 0 1 Z. Z എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. റോസ്റ്റർ ഫോം. A minus B. A minus B എന്ന് പറഞ്ഞാൽ എലിമെന്റ് ഇൻ A ബട്ട് നോട്ട് ഇൻ B. എയിലുള്ളതും ബിയിലില്ലാത്തതും അല്ലേ? എയിലുള്ളതും ബിയിലില്ല. എയിലും ബിയിലും കോമൺ ആയിട്ട് ഏതുണ്ടെന്ന് നോക്കണം. 2 3 അതങ്ങ് മാറ്റുക. 0 1 4. ബി മൈനസ് എ എലിമെന്റ് ഇൻ ബി ബട്ട് നോട്ട് ഇൻ എ. 2 3 2 3. കോമൺ ആയിട്ട് 2 3. ഇവിടെ ഒന്നും ഇല്ല അല്ലേ? നൾ സെറ്റ് ഒന്ന് ഇങ്ങനെ എഴുതാം, ഓർ നൾ സെറ്റ് ഇങ്ങനെ എഴുതാം. ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാം. ഡി മോർഗൻസ് ലോ എന്താ? എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ യൂണിയൻ ബി 0 1 2 3 4. A union B the whole dash. യൂണിയൻ എന്താ? യൂണിവേഴ്സ് സെറ്റ് എന്താ? 0 1 2 3 4 5 less than or equal to 6. 0 1 2 3 4 5 6. ഇവിടെ 0 1 2 3 4 എന്താ വരുന്നത്? 5, 6. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിയിലുള്ള എല്ലാ എലിമെൻറ്റും യൂണിവേഴ്സ് സെറ്റിൽ നമ്മൾ മാറ്റുക. ഇനി എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ ഡാഷ് എന്ന് പറയുമ്പോൾ 0 1 2 3 4 പോയ എന്തുണ്ട്? 5 6. ബി ഡാഷ് 2 3. 0 1 4 5 6 2 3 4. A dash intersection B dash 5 6. രണ്ടും സെയിം ആയി. എ ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? എ. അതുപോലെ നൾ സെറ്റ് ഡാഷ്, ഇതൊക്കെ 1 മാർക്കിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. യു ഡാഷ് നൾ സെറ്റ്. If A is a subset of B, then A minus B. A ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ A മൈനസ് ബി എന്തായിരിക്കും? എയിലുള്ള എലിമെൻറ്റിൻ എ ബട്ട് നോട്ട് ഇൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? നൾ സെറ്റ്. സ്മോൾ എക്സാമ്പിൾ പറയാം. A 1 2 B 1 2 3. ഓക്കെ, 1 2 കോമൺ ആണ്. കോമൺ എലിമെൻറ്റ് മാറ്റി ഇവിടെ ഒന്നില്ല. അതേപോലെ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ യൂണിയൻ ബി ആണെങ്കിൽ എ യൂണിയൻ ബി വരും സൂപ്പർ സെറ്റ് ബി 3.
എ ഇൻ്റർസെക്ഷൻ ബി ആയിരുന്നെങ്കിലോ ഏതാണോ സബ്സെറ്റ് വരുന്നത് തിരിച്ചും ചോദിക്കാം. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ, ദെൻ എ ഈസ് ഡാഷ്, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇൻ്റർവെൽ, ക്ലോസ്ഡ് ഇൻ്റർവെൽ 2 6. അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറഞ്ഞാൽ എക്സ് എലമെൻ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ആർ കോമ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഇവിടെ ക്ലോസ്ഡ് ആണെങ്കിൽ ഇവിടെ ഈക്വൽ ടു ചേർക്കുക, ഓപ്പൺ ആണെങ്കിൽ 6 ക്ലോസ്ഡ് 2 ഓപ്പൺ ആണെങ്കിൽ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ആർ കോമ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. ഓപ്പൺ ആണെങ്കിൽ ലെസ് ദാൻ എഴുതിയാൽ മതി കേട്ടോ. വെൻ ഡയഗ്രത്തിൽ എ മൈനസ് ബി ബി മൈനസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ ദിസ് ഈസ് എ മൈനസ് ബി, this is b minus a, this is a intersection number of a union b is equal to number of a plus number of b minus number of a intersection b. എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെങ്കിൽ എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് നൾ സെറ്റ്. അങ്ങനെ 1 മാർക്കിന് ചോദിക്കാം. നമുക്ക് സെൻറ്റൻസ് ആയിട്ട് എൻ്റെ ഇടയ്ക്ക് വരെ ഇപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കുകയാണ്. ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഡാഷ് നൾ സെറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി നൾ സെറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് എ യൂണിയൻ ബി എന്തായിരിക്കും? നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി. ഒരു എക്സാമിന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് എ യൂണിയൻ ബി 17, നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 5. ഫൈൻഡ് നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി. നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഫോർമുല നമ്പർ ഓഫ് എ യൂണിയൻ ബി 17, നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് 5. -5 ലെഫ്റ്റ് ചെയ്യുമ്പോൾ +5. നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി 22. ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ സബ്സെറ്റ്സ് എഴുതാൻ ചോദിക്കാം. എ 1 2 3. നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ത് വരും? 2⁻3. 2 ഫിക്സഡ് ആണ്. ഇവിടെ എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ അതിവിടെ എഴുതുക. 4 എലിമെൻറ്റ്സ് ആണെങ്കിൽ 2⁻4. 8. റൈറ്റ് ഓൾ സബ്സെറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് 1 സെറ്റ് 2 റൈറ്റ് ഓൾ സബ്സെറ്റ്സ് സെറ്റ് 3 സെറ്റ് 4 സോറി സെറ്റ് 1 1 2 സെറ്റ് 2 3 സെറ്റ് 1 3 സെറ്റ് itself and null set. Dash is a subset of any set. Null set is a subset of any set. Number of proper subsets ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? സെറ്റ് itself എഴുതത്തില്ല. 8 - 1 7. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ആണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ 2⁻n - 1. ഇവിടെ എത്ര പ്രോപ്പർ സബ്സെറ്റ് വരും? 8 - 1 7. ഓടിച്ചൊന്ന് പറയുന്നതേ ഉള്ളൂ. സമയതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ വിചാരിച്ചു. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? A12 റൈറ്റ് P of A. പവർ സെറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ എലിമെൻറ്റ് ഓൾ സബ്സെറ്റ്സ്. P of A സെറ്റ് സിമ്പിൾ എഴുതുക. എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഇതിനകത്തുള്ള എല്ലാ സബ്സെറ്റും എഴുതണം. സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 1 2 ആൻഡ് നെക്സ്റ്റ് സെറ്റ് ക്ലോസ്. ഇതാണ് P of A. ഉണ്ട്. നമുക്ക് തൽക്കാലം റിലേഷൻ ആൻഡ് ഫങ്ഷൻ അതിലോട്ട് നോക്കാം. എല്ലാ
റിലേഷൻ ഫംഗ്ഷൻ ആകത്തില്ല. റിലേഷൻ ഫ്രം എ ടു ബി ഡാഷ് ഓഫ് എ ക്രോസ് ബി എന്ന് ചോദിച്ചാൽ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. A relation from A to B is dash of A cross B, a subset. അങ്ങനെ ചോദിക്കും. Signal function. All functions are relations, but all relations are not functions. ഇപ്പോൾ ഫംഗ്ഷൻ ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് റിപ്പീറ്റ് ചെയ്യത്തില്ല. സിഗ്നൽ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു ഗ്രാഫ്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് മോഡ് എക്സ് പ്ലസ് 1. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ ഒരു 2-3 നെഗറ്റീവ് പിന്നെ 0 പോസിറ്റീവ് വരും. മോഡ് എക്സ് പ്ലസ് 1. എക്സിന് നമുക്ക് -4 ആണ് കൊടുക്കുന്നതെങ്കിൽ -4 + 1 -3 വരും. അബ്സല്യൂട്ട് വാല്യൂ 3. -3 കൊടുത്താൽ -2 വരും. അബ്സല്യൂട്ട് വാല്യൂ 2. -2 ആണെങ്കിൽ 1. -1 0 0 1 1 2 2 3 അങ്ങനെ. മോഡ് എക്സ് പ്ലസ് 1 ആണെങ്കിലോ 0ക്ക് 1 ദിസ് പോയിന്റ്. -1 ആണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ 1 1 + 1 2. പോസിറ്റീവ് 1 കൊടുത്താൽ ഇത് മോഡ് എക്സ് പ്ലസ് 1, ഇത് മോഡ് എക്സ് പ്ലസ് 1. സിഗ്നൽ ഫംഗ്ഷൻ ഡിഫൈൻ സിഗ്നൽ ഫംഗ്ഷൻ ആൻഡ് ഡ്രോ ദ ഗ്രാഫ് എന്നൊക്കെ ചോദിക്കാം. സിഗ്നൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f of x is equal to 1 when x greater than 0, is equal to 0 when x is equal to 0, -1 when x less than 0. ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കും. ഡിഫൈൻ സിഗ്നൽ ഫംഗ്ഷൻ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഗ്രാഫ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഇത്ര എഴുത് ഗ്രാഫ് വരയ്ക്കുക. ഇനി ഇതിൻ്റെ റേഞ്ച് എന്താ? റേഞ്ച് ഓഫ് സിഗ്നൽ ഫംഗ്ഷൻ ചോദിച്ചാൽ സെറ്റ് -1 0 1. ഡൊമെയിൻ ക്യാപിറ്റൽ ആർ. Ordered pair x plus 1 y minus 2 is equal to 3, 1. Find x and y. നമ്മൾ ഓർഡേഡ് പെയർ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. x plus 1 3, x is equal to 3 minus 1 plus 1 right is equal to -1. y minus 2 1, y is equal to A is equal to set 1 2 3 4 6. R is equal to ordered pair AB such that A comma B element A to A. AB element A. Relation B is exactly divisible by A. B is
exactly divisible by A. നമ്മളൊരു ഓർഡേഡ് പെയർ എടുക്കുമ്പോൾ A, B. B is exactly divisible by A. Y coordinate is divisible by X coordinate. 1, 1. This 1 is divisible by 1. 2, 2. 3, 3. 4, 4. 6, 6. 1, 2 വരാം. 2 is divisible by 1. 1, 3. 1, 4. 1, 6. 2, 4. 4 is divisible by 2. 2, 6. 3, 6. Domain and range. The domain എന്ത് വരും? ഇതിൽ X element 1, 2, 3, 4, 6. Range is also 1, 2, 3, 4, 6. A is equal to 1, 2, 3, 4. B is equal to 1, 4, 5. R is the relation less than from A to B. ഇവിടെ ലെസ് ദാൻ ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡേഡ് പെയർ എഴുതുമ്പോൾ എക്സ് എലിമെൻറ്റ് എന്തായിരിക്കണം? എക്സ് എലിമെൻറ്റ് ഈസ് ലെസ് ദാൻ വൈ എക്സ് കോർഡിനേറ്റ് ഈസ് ലെസ് ദാൻ വൈ കോർഡിനേറ്റ്. നമുക്ക് 1, 1 എന്നത് ഈക്വൽ ആവും അല്ലേ? 1, 4 വരാം, 1, 5 വരാം, 2, 1 വരത്തില്ല, 2, 4, 2, 5, 3, 1, 3 വരവില്ല, 3, 4 വരാം, 3, 5 വരാം, 4, 1 ഇല്ല, 4, 4 ഇല്ല, 4, 5. ഇതിലേത് എക്സ് കോർഡിനേറ്റ് എടുത്താൽ അതിൻ്റെ വൈ കോർഡിനേറ്റിനേക്കാളും ചെറുതായിരിക്കും. അങ്ങനെയൊക്കെ റിലേഷൻ ചോദിക്കാം. ഇതിൻ്റെ ഡൊമെയിൻ അറിയാമല്ലോ, എക്സ് എലമെൻ്റ് എടുത്തത് വൈ എലമെൻ്റ്. എക്സ് എലമെൻ്റ് റിപ്പീറ്റ് ചെയ്യേണ്ട. പിന്നെ നിങ്ങളുടെ ബുക്കിൽ നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യനും ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. One, 2, 3, etc. 40, 3x minus y 0, y is equal to 3x. അങ്ങനെ അപ്പം നമ്മളൊരു റിലേഷൻ്റെ കോഡൊമെയിൻ എ തന്നിട്ടുണ്ട്, സെറ്റ് 1, 2, 3. B is equal to 2, 3, 4, 5. R is equal to ordered pair xy such that y is equal to x plus 1. ഡൊമെയിൻ റേഞ്ച് കോഡൊമെയിൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ R is equal to ordered pair ഏതൊക്കെ വരാം? 1 plus 1, 2. 1, 2 വരാം, 2, 3 വരാം, 3, 4 വരാം അല്ലേ? ഡൊമെയിൻ ആണെങ്കിൽ 1, 2, 3. സെറ്റ് 1, 2, 3. റേഞ്ച് സെറ്റ് 2, 3, 4. ഇനി ഇതിൻ്റെ കോ ഡൊമെയിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ എ ടു ബി ആണെങ്കിൽ ബി ഫുൾ എഴുതണം. ഏത് റിലേഷൻ്റെ ആയിരുന്നാലും കോ ഡൊമെയിൻ ചോദിച്ചാൽ ഇപ്പോൾ എ ടു ബി ആണെങ്കിൽ ബി ഫുള്ളാണ് കോ ഡൊമെയിൻ. കേട്ടോ? കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ എ ടു ബി ആണ്, ബി ഫുൾ എഴുതണം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നമുക്ക് അടുത്ത ട്രിഗണോമെട്രി നോക്കാം. അതിന് മുമ്പേ ഡൊമെയിൻ ഇങ്ങനെ ചോദിക്കുക, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ. ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഡൊമെയിൻ എപ്പോഴും റൂട്ട് ഉണ്ടെങ്കിൽ റൂട്ടിനകത്തുള്ള ടൈം എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 25 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 25 greater than or equal to, that is
minus 5 less than or equal to x. Therefore, domain is closed interval minus 5 pi. X element closed interval minus 5 pi. ഇനി ഇതിൻ്റെ റേഞ്ച് ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു റൂട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ റേഞ്ച് എടുക്കുമ്പോൾ y പ്ലസ് ഓർ മൈനസ് എടുക്കത്തില്ല. കാരണം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് ഫങ്ഷൻ അല്ലാതാവും. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. y is equal to squaring on both sides. Y squared is equal to 25 minus x square, or x squared is equal to 25 minus y square. 25 minus y square greater than or equal to 0, minus 5 less than or equal to 5. ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. ഇവിടെ മൈനസ് 5. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം y എന്തായിരിക്കും? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 5. രണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇൻ്റർവെൽ 0, 5. ഇവിടെ 16 മൈനസ് എക്സ് സ്ക്വയർഡ് ആയിരുന്നെങ്കിൽ മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോസിറ്റീവ് 4, 0, 4. ഫ്രാക്ഷൻ ഫോമിലാണ് നമുക്ക് തരുന്നതെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4. ഇതിൻ്റെ ഡൊമൈനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. സം നെഗറ്റീവ് 5 കിട്ടണം, പ്രോഡക്റ്റ് പോസിറ്റീവ് 4 കിട്ടണം. -1 -4. സം നെഗറ്റീവും പ്രോഡക്റ്റ് 4 ആകുമ്പോൾ രണ്ടും നെഗറ്റീവ് ആയിരിക്കണം. എങ്കിലേ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ്, ഇൻഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ്. ഇത് 0 നിക്വേറ്റ് ചെയ്ത് എന്ത് വരും? x is equal to 1, x is equal to 4. Therefore, domain is equal to r minus 1, 4. Set of all real numbers except 1 and 4. നെക്സ്റ്റ് വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് 3D സ്ട്രെയിറ്റ് ലൈൻ ഇതൊക്കെയാണ്. ട്രിഗണോമെട്രി നമുക്ക് ഓടിച്ചെന്ന് നമുക്ക് 120 ഡിഗ്രി റേഡിയൻ മെഷർ. നമ്മൾ റേഡിയൻ മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ π/180 അടിപൊളി 2π/3. ഇനി തിരിച്ച് 3π/4 കൺവേർട്ട് ഇൻറ്റു ഡിഗ്രി മെഷർമെൻറ്റെങ്കിൽ 3π/4 ഇൻറ്റു 180/π. π ക്യാൻസൽ 135. ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലോട്ടാണെങ്കിൽ പൈ ന്യൂമറേറ്ററിൽ, റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലോട്ടാണെങ്കിൽ 180/π ഡിനോമിനേറ്ററിൽ. പിന്നെ ഫ്രാക്ഷൻ ഫോമിൽ ചോദിച്ചാൽ 11/14 റേഡിയൻ 180/5. ഇവിടെ നമുക്ക് പൈ ഇല്ല അല്ലേ? 11/14 ഇൻറ്റു 180/, ഇവർക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 22/7. 7 വരുന്നത് 7 ന്യൂമറേറ്ററിൽ പോകും. 180/4. The minute hand of a watch. Minute hand length 1.5 centimeter. How far does the tick move in 40 minutes? ഇതിന് 40 മിനിറ്റ് മൂവ് ചെയ്താൽ എത്ര ദൂരം പോകും? അപ്പോൾ മിനിറ്റ് ഹാൻഡ് എപ്പോഴും എത്ര ഡിഗ്രിയാണ് മൂവ് ചെയ്യുന്നത്? ഓരോ മിനിറ്റ് പോകുമ്പോൾ 6 ഡിഗ്രി. ആംഗിൾ ടേൺ ബൈ ദ മിനിറ്റ് ഹാൻഡ് ഇൻ 1 മിനിറ്റ് 6 ഡിഗ്രിയാണ് പോകുന്നത്. ഇവിടെ എത്രയാണോ മിനിറ്റ് തന്നിരിക്കുന്നത് അതിൻ്റെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആംഗിൾ കിട്ടും. തീറ്റ ഈസ് ഈക്വൽ ടു 40 × 6 240 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ ആർക്ക് ലെങ്ത് കാണുമ്പോൾ L ഈസ് ഈക്വൽ ടു ആർ തീറ്റ, തീറ്റ ഈസ് ഇൻ റേഡിയൻ മെഷർ. ആർ തീറ്റ, ആർ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദി മിനിറ്റ് ഹാൻഡ് 1.5 ഇൻറ്റു തീറ്റ. ഇവിടെ 240 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിയത് അല്ലേ?
pi by 180. Like 3.14 0 0 cancel. 0.5 into 4 2 into 3.14. ഇവിടെ എന്താണോ യൂണിറ്റ് തരുന്നത് ആ സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാണ്. പാറ്റയ്ക്കാണ് ചെറിയ യൂണിറ്റ്. ഇവിടെ തരുന്ന യൂണിറ്റ് എഴുതുന്നത്. 20 മിനിറ്റാണ് തരുന്നതെങ്കിൽ 20 into 6 120 ഡിഗ്രി. നമുക്ക് ട്രിഗണോമെട്രിയിലൊക്കെ ഇങ്ങനെ ഫോർമുല ബേസ് ചെയ്ത് തന്നെ ഇത് ചോദിക്കാറുണ്ടല്ലോ. 1 minus 2 sin square 15 degree. What is the value? Cos 2a ന് 4 ഫോർമുല ഉണ്ടല്ലോ. cos squared a minus sin squared a, 2 cos squared a minus 1 minus 2 sin squared a, 1 minus tan square a by 1 plus tan square a. അപ്പോൾ ഇവിടെ 1 minus 2 sin square a എന്ന് പറഞ്ഞാൽ എന്താ? cos 2a cos 30 root 3 by 2. അപ്പം ഫോർമുലാസ് എല്ലാം നിങ്ങൾ ബൈ ഹെർട്ട് ആക്കുക. അതിനെ ബേസ് ചെയ്തൊക്കെ ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ 1 minus tan square 15 degree by 1 plus ഇങ്ങനെ ചോദിച്ചാൽ ഇതെന്താണ്? cos 2a root 3 by 2. 7 sin 765 degree. വലിയ ആംഗിളൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ 765. നമ്മൾ വലിയ വലിയ ആംഗിൾ വരുമ്പോൾ 360യുടെ എത്ര മൾട്ടിപ്പിൾസ് നമുക്ക് മൈനസ് ചെയ്യാമോ അതൊന്ന് മാറ്റുക. പോസിറ്റീവ് 765 ആണ്. 360 into 2 എത്രയാണ്? 720. നമുക്ക് 720 2 റൊട്ടേഷൻസ് കംപ്ലീറ്റ് ആയി അല്ലേ? രേഖയിലിൻ്റെ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഞാൻ ഓരോ മോഡൽ ബേസ് ചെയ്തൊന്ന് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഇതെല്ലാം നോക്കുക, ഒന്ന് ഓർക്കാൻ വേണ്ടി മാത്രം. sin 3 pi by 2 plus x. ഇവിടെ 3 pi by 2 pi by 2 pi by 2 ഓട് മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ സൈൻ കോസ് കോസ് സൈൻ ടാൻ കോട്ട് കോട്ട് ടാൻ കൊസീക്ക് സീക്ക് സീക്ക് കൊസീക്ക് അങ്ങനെ വരും. 3 pi by 2 എന്നോട് നിങ്ങൾ എന്ത് എഴുതണം? കോസ്. ഇനി 3 pi by 2 3 pi by 2 നമ്മൾ തേർഡ് ക്വാർട്ടറിൻ്റെ വരെ കംപ്ലീറ്റ് ആയി അല്ലേ? ഏത് ക്വാർട്ടറിൻ്റെ വരും? ഫോർത്ത് ക്വാർട്ടറിൻ്റെ. ഈ ഫോർത്ത് ക്വാർട്ടറിൻ്റെ ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ടേം പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. ഫോർത്ത് ക്വാർട്ടറിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. അതേസമയം ഇവിടെ പൈ അല്ലെങ്കിൽ 2π ആണ് വരുന്നതെങ്കിൽ ടാൻ പൈ പ്ലസ് എക്സ്. പൈ അല്ലെങ്കിൽ 2π ആണെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ ലെഫ്റ്റിൽ തന്നിരിക്കുന്ന ടേം എഴുതുക. ഇനി പൈ പ്ലസ് എക്സ്. പൈ എന്ന് പറയുമ്പോൾ തന്നെ 2 ക്വാർട്ടറിന് കംപ്ലീറ്റ് ആയി. ഏത് ക്വാർട്ടറിന് വരും? തേർഡ്. തേർഡ് ടാൻ എന്താ? പോസിറ്റീവ്. ദാറ്റ് ഈസ് പോസിറ്റീവ് tan x. sin xന്റെ വാല്യൂ വരാം -3/5. പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3π/2. ചിലപ്പോൾ ഇങ്ങനെ തരും, എക്സ് ഇസ് ഇൻ തേർഡ് ക്വാർട്ടർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും തരുന്നത്. ഇത് ഏത് ക്വാർട്ടറിൻ്റെന്ന് ശ്രദ്ധിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സൈൻ ഓപ്പോസിറ്റ് ബൈ hypotenuse. Adjacent side hypotenuse of 90 degrees. 25 minus 9 16. 16 root 4. ഇത് ഏത് ക്വാർട്ടറിൻ്റെ വരും? 180ക്കും 270ക്കും ഇടയിൽ തേർഡ് ക്വാർട്ടറിൻ്റെ. തേർഡ് ക്വാർട്ടറിൻ്റെ ഏതൊക്കെയാണ് പോസിറ്റീവ്? ടാൻ ആൻഡ് കോട്ട്. ഇവിടെ ക്വസ്റ്റ്യൻ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ദിസ്, ഫൈൻ കോസ് എക്സ് ആൻഡ് ടാൻ എക്സ്. കോസ് എക്സ് എന്ത് വരും? 4/5 എഴുതിയിട്ട് മൈനസ്. ഇനി തന്നിരിക്കുന്നത് ഇത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം അത് നോക്കിയാണ് നമ്മളിവിടെ സൈൻ കൊടുക്കുന്നത്. ഒരു പ്രോഗ്രാറ്റും കൂടെ നോക്കിയിട്ട് PT നെറ്റിക്കുന്ന പ്രോഗ്രാറ്റാണ് കേട്ടോ. cos 4x plus cos 3x plus cos 2x by sin 4x plus sin 3x plus sin 2x cot 3x. നമുക്ക് കിട്ടേണ്ട ആൻസർ 3x ലാണ് അല്ലേ?
നമ്മൾ ഈ 3x-ൻ്റെ ടേം ഒന്നും ചെയ്യണ്ട, LHS എന്ന് എഴുതിയിട്ട് ഇതെഴുതുക. എന്നിട്ട് cos 3x നമുക്ക് മാറ്റി എഴുതാം. cos 4x plus cos 2x ഗ്രൂപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഡിനോമിനേറ്റർ cos x plus cos y 2 cos x plus 5 by 2 4 plus 2 6 6 by 2 cos 4 minus 2 2 2 in the half cos 3x whole divided by sin x plus sin y 2 sin x plus y by 2 cos x minus y by 2. ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ cos 3x കോമൺ എടുക്കുക. cos by sin cot. That is equal to RHS. അങ്ങനെ എല്ലാം ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ പറഞ്ഞതാണ്. ബാക്കി നോക്കി പഠിക്കുക. നമുക്ക് ഒരു വീഡിയോ കൂടി ഞാൻ ഇന്നിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിനകത്ത് 3D ഇതെല്ലാ ചാപ്റ്ററും കവർ ചെയ്തിട്ടില്ല, കുറച്ച് ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.